ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? എന്തായിരുന്നു? ഓപ്പറേറ്റേഴ്സ് അല്ലേ? അതിന്റെ അസൈൻമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യണം കേട്ടോ. സോ ഓപ്പറേറ്റേഴ്സ് ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ ഏതെങ്കിലും? നിങ്ങൾ മൂന്ന് പേരിൽ ആർക്കും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് എങ്ങനെയായിരുന്നു? ഒരു സിംഗിൾ സിംഗിൾ ഓപ്പറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതായത് അഡീഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, സബ്ട്രാക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നോക്കിയത് അല്ലേ? ഇനി ലെറ്റ്സ് സേ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സിനെ ഒരേ ഓപ്പറേഷൻ്റെ അകത്ത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ലെറ്റ്സ് സേ എ പ്ലസ് ബി മൈനസ് സി ചെയ്യണം. ഓക്കെ, എ പ്ലസ് ബി മൈനസ് സി എന്ന് ഞാൻ കൊടുക്കാന്ന് വിചാരിക്കുക. അവിടെ എനിക്ക് എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സോ ഇത് ഈ എ പ്ലസ് ബി മൈനസ് സി എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക? പ്ലസ് ആയിരിക്കോ മൈനസ് ആയിരിക്കോ അത് എക്സിക്യൂട്ട് ചെയ്യുക? പ്ലസ്. ആദ്യം പ്ലസ് പിന്നെ മൈനസ്. അതായത് നമ്മൾ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ? നമുക്ക് അവിടെ നമ്മളിവിടെ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? അതായത് ഇപ്പൊ എ മൈനസ് ബി പ്ലസ് സി എഴുതിയാലും ആദ്യം ഏതേ പെർഫോം ചെയ്യത്തുള്ളൂ? പ്ലസ് എ പെർഫോം ചെയ്യത്തുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ പ്രിസീഡൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഒരേ ഓപ്പറേഷൻ്റെ അകത്ത് വരുമ്പോൾ ഏത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റർ പ്രിസീഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓപ്പറേറ്റർ പ്രിസീഡൻസ് എന്താണെന്ന് ക്ലിയർ ആണോ? ഇനി ഓപ്പറേറ്റർ പ്രിസീഡൻസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്. അസോസിയേറ്റിവിറ്റി വെച്ചാൽ എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ അത് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് എ പ്ലസ് ബി മൈനസ് സി എന്ന് കൊടുത്താൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണോ കൺസിഡർ ചെയ്യുക, അതോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ കൺസിഡർ ചെയ്യുക? അതിനാണ് എന്ത് പറയുന്നത്? അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓപ്പറേറ്റർ പ്രിസീഡൻസ്, ഓപ്പറേറ്റർ അസോസിയേറ്റിവിറ്റി, രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, സ്ക്രീൻ ഷെയർ ചെയ്യൂ ഒരാള്. ഒരാൾ ഷെയർ ചെയ്തോളൂ, ആരെങ്കിലും ഷെയർ ചെയ്തോളൂ. ഇന്ന് കൃഷ്ണകുമാർ ഷെയർ ചെയ്യൂ. ഓക്കെ,
വന്നോ? ഓക്കെ, പൈച്ചാൻ എടുത്തോളൂ. ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഓപ്പറേറ്റർ പ്രിസിഡൻസ്, ഓപ്പറേറ്റേഴ്സിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തോളൂ. ഓപ്പറേറ്റർ പ്രിസിഡൻസ്, ഓപ്പറേറ്ററിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തോളൂ. ഓപ്പറേറ്റേഴ്സിന്റെ അകത്ത് ക്യാൻസൽ ചെയ്യത്. ബാക്കി ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയുക കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യൂ, ന്യൂ പൈത്തൺ ഫയൽ. ഓക്കെ, ഒരു രണ്ട് വേരിയബിൾസിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യൂ. ഒരു മൂന്ന് വേരിയബിൾ, ഒരു വേരിയബിളും കൂടെ എടുത്തോളൂ. Z എന്ന വേരിയബിളും കൂടെ എടുത്തോളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് x plus y minus z. പ്രിന്റ് ചെയ്തോളൂ, ഡയറക്ട്ലി പ്രിന്റ് ചെയ്തോളൂ. ഓക്കെ, x plus y minus z. യെസ്, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. 8 വന്നു, അതായത് 12 plus 10 minus 14 ചെയ്തു അല്ലേ? ഇനി x minus y plus z കൊടുത്തു നോക്കൂ. ഇനി റിവേഴ്സ് ചെയ്ത് കൊടുത്തു നോക്കൂ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. എങ്ങനെ എക്സിക്യൂട്ട് ആയിട്ടുള്ളത്? ഓക്കെ, ചെറിയ നമ്പേഴ്സ് കൊടുത്തു. 2 4 3 ചെറിയ നമ്പേഴ്സ് കൊടുത്തോളൂ. x minus y plus z. എന്താ റിസൾട്ട് എന്ന് നോക്കൂ. ഇപ്പോൾ y plus z എത്രയാണ്? 4 plus 3 7. എങ്ങനെ എക്സിക്യൂട്ട് ആയത്? x minus y plus z വന്നപ്പോൾ എന്താ റിസൾട്ട് വന്നത് നോക്കൂ. 2 minus 4 ചെയ്തു. 2 minus 4 എത്രയാ? -2. -2 plus 3 എത്രയായി? 1 അല്ലേ? ഇനി കൊടുക്കൂ. a plus b print x plus y multiplication z. പ്ലസിനും മൈനസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതേസമയം മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വരുമ്പോൾ പ്രിസിഡൻസ് വിൽ ചേഞ്ച്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. ഫോർട്ടീൻ വന്നല്ലേ? ഇനി x മൾട്ടിപ്ലിക്കേഷൻ y പ്ലസ് z കൊടുത്തു നോക്കൂ. അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് x മൾട്ടിപ്ലിക്കേഷൻ y പ്ലസ് z. എഗെയിൻ ആദ്യം ഏതാണ് എക്സിക്യൂട്ട് ആയിട്ടുള്ളത്? മൾട്ടിപ്ലിക്കേഷൻ. യെസ്, കറക്റ്റ്. അതായത് ഒരു അരിത്മെറ്റിക് ഓപ്പറേഷനിൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ കൂടെ
അഡീഷൻ or സബ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഏതായിരിക്കും പെർഫോം ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. Multiplication and division contains same priority, same precedence, while plus and minus have while plus or minus have the later precedence. Chat ഇട്ടിട്ടുണ്ട് നോക്കൂ. ചാറ്റിലുണ്ട്, കിട്ടിയായിരുന്നോ? ഇനി ലെറ്റ്സ് സേ എനിക്ക് ഈ പ്രസിഡൻസിനെ ഓവർ റൈഡ് ചെയ്യണം. അതെനിക്ക് ആദ്യം എക്സ് വൈ പ്ലസ് സെഡ് ചെയ്ത ശേഷം മാത്രമേ എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടൂ എന്ന് വിചാരിക്കൂ. ഓക്കെ, ആദ്യം വൈ പ്ലസ് സെഡ് ചെയ്തതിന് ശേഷം അതിനെ എനിക്ക് എക്സിനെ കൊണ്ട് ഇൻഡു ചെയ്യിക്കണം. സെക്കൻഡ് കേസ്, ലൈൻ നമ്പർ 8. സോ ഇങ്ങനെയുള്ള സിനാരിയോസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വൈ പ്ലസ് 2വിനെ ഒരു ബ്രാക്കറ്റ്സിൽ ഇട്ട് കൊടുക്കാം. ബ്രാക്കറ്റ്സ് വരുമ്പോൾ ഏതിനായിരിക്കും കൂടുതൽ പ്രസിഡൻസ് വരിക? ആ ബ്രാക്കറ്റ്സിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും ഫസ്റ്റ് പ്രസിഡൻസ് വരിക. ആൻഡ് അതിനോടായിരിക്കും നമ്മൾ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്യൂ. അപ്പൊ ആദ്യം വൈ പ്ലസ് എക്സ് ചെയ്തു, അതിന് ശേഷമാണ് ഏത് എക്സിക്യൂട്ട് ചെയ്തത്? ഓക്കെ, ഇത് ക്ലിയർ ആണോ? അരിത്മെറ്റിക് ഓപ്പറേഷൻസിന്റെ പ്രസിഡൻസ് ക്ലിയർ ആണോ? ഞാൻ ചാറ്റിൽ ഒരു 3 എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട്. ഓക്കെ, ഈ എക്സ്പ്രഷൻസിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് പറയണേ. കോഡിൽ ടൈപ്പ് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ എ ബി സി എന്നുള്ളതിന് എക്സ് വൈ സെഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. ഞാൻ എ ബി സി എന്നാണ് തന്നിരിക്കുന്നത്, അതിന് എക്സ് വൈ സെഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആദ്യത്തെ ഓപ്പറേഷന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അനഘ പറയൂ. അവിടെ പേസ്റ്റ് ചെയ്തിടാമോ കൃഷ്ണകുമാർ അവിടെ? യെസ്, റിസൾട്ട് 1 എന്തായിരിക്കും? B into C plus A. പ്ലസ് എ. ഓക്കെ, അഖിലേന്ദു സെക്കൻഡിന്റെയോ? A plus B into C. എ പ്ലസ് ബി ചെയ്ത് അതിനെ മൾട്ടിപ്ലിക്കേഷൻ സി ചെയ്യും. ഓക്കെ, കൃഷ്ണകുമാർ തേർഡ് 1 എന്തായിരിക്കും? ബി ഡിവിഷൻ സി ചെയ്തിട്ട് അത് എയുടെ കൂടെ ആഡ് ചെയ്യും. എയുടെ കൂടെ ആഡ് ചെയ്യും. കറക്റ്റ്. ക്ലിയർ ആണോ ഇപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസിന്റെ പ്രസിഡൻസ്? Yes. ആൻഡ് അപ്പോൾ ഇതിന്റെ അസോസിയേറ്റിവിറ്റി എങ്ങനെയാ വരിക? അല്ലെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കണ്ടെടുത്തോളാം. ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ആണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനുള്ളത്. അതായത് നമ്മൾ നോർമലി റീഡിംഗ് പാറ്റേണിൽ നമ്മൾ നേരത്തെ എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് എഴുതിയപ്പോൾ എന്താ സംഭവിച്ചത്? സെയിം പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ട്ലി എക്സിക്യൂട്ട് ചെയ്യും അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ കേസിൽ. ക്ലിയർ ആണോ? മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാവേ. എക്സ് മൈനസ് വൈ പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓപ്പറേറ്ററിന്റെ ഇതല്ലേ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇവിടെ മൈനസിനും പ്ലസിനും സെയിം പ്രസിഡൻസ് ആണ്, മനസ്സിലായോ? മൈനസിനും പ്ലസിനും സെയിം പ്രസിഡൻസ് ആണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ പ്രസിഡൻസ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒരേ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് ഒന്നിൽ കൂടുതൽ വന്നു കഴിയുമ്പോൾ
അവിടെ പ്രസിഡൻസ് വെച്ച് നമുക്ക് അതേം ചെയ്യാൻ കഴിയുമോ? പറ്റുമോ? മൈനസിനും പ്ലസിനും ഒരേ പ്രിസീഡൻസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താ പറയാ, ജസ്റ്റ് പ്രിസീഡൻസ് മാത്രം വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? മനസ്സിലായില്ല. ഓക്കെ എടാ, അപ്പൊ നോക്ക്, എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് എന്ന് എഴുതി നമ്മള്. ഒരു ഓപ്പറേഷനിൽ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു എന്താണ്? ഓക്കെ, ഒരു ഓപ്പറേഷനിൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വന്നു, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ എടുക്കും? മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷനും അല്ലെങ്കിൽ അഡീഷനും വന്നു കഴിഞ്ഞാൽ അത് ആദ്യം മൾട്ടിപ്ലിക്കേഷന് ചെയ്യും നമ്മൾ പറഞ്ഞു അല്ലേ? അത് എവിടെ കിടന്നാലും കുഴപ്പമില്ല, ആദ്യം മൾട്ടിപ്ലിക്കേഷന് ചെയ്യും നമ്മൾ പറഞ്ഞു. അത് ക്ലിയർ അല്ലേ? ഇനി മൈനസും പ്ലസും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം രണ്ടിനും ഒരേ പ്രയോറിറ്റി ആണ് കൊടുക്കുന്നത്, മൈനസിനും പ്ലസിനും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ മൈനസിനും പ്ലസിനും സെയിം ആയല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും അതിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം? നമുക്ക് അവിടെ ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ? ബട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. സോ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അതിനെ നമ്മൾ പറയുന്ന ടേമാണ് അസോസിയേറ്റിവിറ്റി. അതായത് ഏത് ഡയറക്ഷനിൽ നിന്ന് ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ മൈനസ് പ്ലസ് വന്നു, എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് വന്നു. അപ്പൊ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? കൃഷ്ണകുമാർ പറയൂ. മൈനസ് കഴിഞ്ഞ് പ്ലസ് വന്നു. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യൂ, എക്സ് പ്ലസ് വൈ മൈനസ് സെഡ്, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് എക്സിക്യൂട്ട് ചെയ്യണ്ട, പറഞ്ഞാൽ മതി എങ്ങനെയാ വരുവാന്ന്. ഇത് മൈനസ് ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യോ? ഇല്ല, ഇങ്ങനെ വരുമ്പോ ആദ്യം എക്സ് പ്ലസ് വൈ ചെയ്തിട്ട് അതിനോട് സെഡിനെ റെഡ്യൂസ് ചെയ്യും. നമ്മൾ എന്താ പറഞ്ഞ? പ്ലസിനും മൈനസിനും സെയിം പ്രസിഡൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? സെയിം പ്രയോറിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോ നമ്മൾ ഏതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് ആദ്യം? ലെഫ്റ്റ് സൈഡിൽ ഏതാണോ ആദ്യം ഓപ്പറേറ്റർ വരുന്നത് അതിനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ പ്ലസ് ഓർ മൈനസിന്റെ കേസിൽ നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്താലും സെയിം റിസൾട്ട് തന്നെയല്ലേ കിട്ടുക? യെസ്, പ്ലസ് ഓർ മൈനസിന്റെ കേസിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്താലും സെയിം റിസൾട്ട് എന്നല്ല. ആദ്യം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓപ്പറേഷൻ ഏതാണോ അതിനെയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ഈ എക്സാമ്പിൾ നോക്കൂ, എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ചെയ്യുന്നു. എന്താ റിസൾട്ട് വരിക? 2 - 4 + 3 -2 + 3 ആണ് ചെയ്യുന്നത് അവിടെ. സെക്കൻഡിലോ എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് ചെയ്യുന്നത്. 2 + 4 - 3. 2 + 4 എത്രയാ? 6. 6 - 3 is 3 അല്ലേ? ഇത് നോർമലി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാറുള്ള ഒരു കാര്യമാണ്. ഓപ്പറേറ്റേഴ്സിൽ ഒരേ പ്രയോറിറ്റി ഉള്ള ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വന്നാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത്. അതിനുള്ള ആൻസർ ആണ് അസോസിയേറ്റിവിറ്റി. ആൻഡ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ അസോസിയേറ്റിവിറ്റി എങ്ങനെയാണ് വരുന്നത്?
ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, താഴെ ഒരു നോഡ് കൊടുത്തു നോക്കൂ. Z plus H minus Y. മൈനസ് ഇട്ട് റിമൂവ് ചെയ്യൂ. ഓക്കെ, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറയൂ. എക്സിക്യൂട്ട് ചെയ്യുന്ന നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. Z plus H minus Y കൊടുത്ത് എങ്ങനെ വരും? ആദ്യത്തെ കൃഷ്ണകുമാർ പറയൂ. 1 ആണ്. എങ്ങനെയാ വരിക? കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ. Yes, 4 plus 3 6. Sorry, 7. 3 plus 2 5. Y എന്ന് പറയുന്നത് 4. അപ്പോൾ 5 മൈനസ് 4 1 വന്നു അല്ലേ? എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. കറക്റ്റ്. ഇനി അടുത്ത അനഘ പറയൂ. ടൈപ്പ് ചെയ്യൂ കൃഷ്ണകുമാർ. പ്രിന്റ് y plus z minus h again minus y. അതവിടെ കിടക്കട്ടെ. again minus y അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇതെങ്ങനെ പെർഫോം ചെയ്യും? അനഘ ഒന്ന് പറഞ്ഞേടാ. y plus z 4 ആദ്യം 4 plus ചെയ്യും. 3 7 7 minus x 2 2 ആണ്. 5 minus 4 1. 1 പ്രിന്റ് ആവും. ഓക്കെ ഫൈൻ. ഇനി അഖിലേന്ദു നെക്സ്റ്റ് ടൈപ്പ് ചെയ്തോളൂ കൃഷ്ണകുമാർ. എഗെയിൻ വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ടൈപ്പ് ചെയ്യോ. റാൻഡം ആയിട്ടൊരു കോമ്പിനേഷൻ കൊടുക്കൂ. മൈനസും അഡീഷനും മിക്സ് ചെയ്യുന്ന പോലെ. x plus z. ഓക്കെ, മൈനസ് y. ഫൈൻ. അഖിലേന്ദു പറയൂ, ഇതെങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്? 3 plus 2 5 minus 4 1. 1. ഓക്കെ, ഇപ്പോൾ ഓപ്പറേറ്റർ പ്രിസിഡൻസിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ക്ലിയർ ആണോ? ഇപ്പോൾ Yes. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസ് അതുപോലെ അസോസിയേറ്റിവിറ്റി രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ. ഇതേ ഓർഡറിൽ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോഴും ഇതേപോലെ ലെഫ്റ്റ് ടു റൈറ്റ് ഇതേപോലെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതെ, വേണമെങ്കിൽ ജസ്റ്റ് എക്സാമ്പിൾ എഴുതി നോക്കിക്കോളൂ. ഇനി കാഞ്ചു എക്സ് ഡിവിഷൻ വൈ പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എക്സ് കൊടുത്തു നോക്കൂ. എക്സ് മൾട്ടിപ്ലിക്കേഷൻ ടു ബൈ 4 1 by 2 0.5 പ്ലസ് 1 3. ആദ്യം എക്സ് ഡിവിഷൻ വൈ അല്ലേ കൊടുത്തിരിക്കുന്നത്? ഇപ്പം എത്രയാണ് എക്സ് ഡിവിഷൻ വൈ? 2 by 4 1 by 2 ആയില്ലേ? ഹാഫ് 0.5 ഇൻറ്റു 3 എത്രയാ? 3ന്റെ പകുതി എത്രയാ? 1.5 അല്ലേ? മനസ്സിലായോ?
ക്ലിയർ ആണോടാ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെത്? അതെ. Yes. ഓക്കെ. ഓക്കെ. സോ ഇനി നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസ് എങ്ങനെയാ വരിക എന്ന് നോക്കാം. ഓക്കെ. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രസിഡൻസ് ഇല്ല, പകരം അവരവിടെ അസോസിയേറ്റിവിറ്റി മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. പ്രിന്റ് ബ്രാക്കറ്റ്സിൽ കൊടുക്കൂ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ പ്രിന്റിൽ തന്നെ കൊടുക്കൂ. ആൻഡ് ബ്രാക്കറ്റ്സിൽ കൊടുക്കൂ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ കഴിഞ്ഞ് സ്പേസ് ഇട്ട് കൊടുക്കൂ. ബ്രാക്കറ്റ്സിന്റെ പുറത്തല്ല. യെസ്, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് y greater than z. Okay, y less than z കൊടുക്കും അവിടെ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. നോർമലി ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ അതിനെ ആസ് ഇറ്റ് ഈസ് എടുത്തു ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ച് കണക്ട് ചെയ്തല്ലേ. നമുക്ക് അവിടെ എന്തെങ്കിലും ഓർഡർ ഉണ്ടായിരുന്നോ? ഓർഡർ അല്ല, പ്രയോറിറ്റി ഉണ്ടായിരുന്നോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? കൃഷ്ണകുമാർ, അനഘ, അഖിലേന്ദു, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. 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 ഓക്കെ. സോ പ്രസിഡൻസിന് നമുക്ക് അസൈൻമെന്റ് ആയിട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കരുത്. സോ അതുകൊണ്ടാണ് നമ്മൾ സിലബസിലെ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. 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 Then ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു? നമ്മളിപ്പോ പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കി, അതുപോലെ ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്
നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്തായിരിക്കും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്? എന്തായിരിക്കും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാല്? എന്താ റെസ്പോൺസ് ഇല്ലാത്ത? പറയൂ. നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞോ, തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. ഫോർ വൈൽ ലൂപ്സ് ആണ്. ആ ടെക്നിക്കൽ ടേംസ് വിട്ടോളൂ. അതായത് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് ആൻസർ, അല്ലെങ്കിൽ മറ്റേത് എക്സിക്യൂട്ട്. കറക്റ്റ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനെ ചെക്ക് ചെയ്ത ശേഷം എനിക്കൊരു കാര്യം പെർഫോം ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുക ഇഫ് എൽസ്, elif, if else, if elif ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. ജസ്റ്റ് 1 സെക്കൻഡ്. ഇതാ വരും. ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഓപ്പറേറ്റേഴ്സിലല്ല, പുറത്ത്. ഓപ്പറേറ്റേഴ്സിൽ വേണ്ട, കൃഷ്ണമാർ പുറത്ത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടി ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. അതുപോലെ എല്ലാവരും ഇപ്പം ചെയ്യുന്നില്ലേ? ഓക്കെ, നമ്മൾ ഈ ഇഫ് എൽസിലല്ല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇല്ലേ? ആ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ആണ് നമ്മൾ ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഓപ്പറേറ്റേഴ്സിനെയാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യുക. അഗെയിൻ ഇവിടെ 2 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യൂ. യെസ്, മതി. ഇതുവരെ എല്ലാവരും എത്തിയോ? വേരിയബിൾ ഡിക്ലറേഷൻ വരെ? അഖിലേന്ദു അതുപോലെ തന്നെ എത്തിയായിരുന്നോ? യെസ്. യെസ്. ഓക്കെ, എത്തി. സോ കൊടുത്തോളൂ. ഇഫ് x greater than y,
കോളൻ എൻ്റർ അടിക്കൂ. യെസ്. ഇപ്പൊ നിങ്ങൾ എൻ്റർ അടിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ടാബ് സ്പേസിലായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ കേഴ്സർ വന്ന് നിന്നിട്ടുണ്ടായിരിക്കുക അല്ലേ? ഒരു ടാബ് സ്പേസിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ എൻ്റർ അടിച്ചു വന്നപ്പോ. ഇതിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഡന്റേഷൻ. കോളൻ ആണോ സെമി Okay. കോളൻ ആണോ കൊടുക്കേണ്ടത്? കോളൻ 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 സെമി കോളൻ ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, എനിക്കിത് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കോളനും സെമി കോളനും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കൊടുത്തായിരുന്നോ? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ കോളൻ കൊടുത്തായിരുന്നോ? പ്രിന്റ് എക്സ്. ഇവിടെ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ വാല്യൂ കൊടുത്ത സോറി അരവിന്ദ് നായിപ്പോയി, സോറി മൈ ബാഡ്. കൃഷ്ണകുമാർ. യെസ്. ഇനി ഫയൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യൂ. ഓക്കെ, ഇവിടെ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ കണ്ടീഷൻ മീറ്റ് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? പറഞ്ഞേ. എക്സ് പ്രിന്റ് ആയി. എക്സ് പ്രിന്റ് ആയി ബിക്കോസ് ആ കണ്ടീഷൻ മീറ്റ് ചെയ്തു അല്ലേ? അതായത് ഇഫ് കഴിഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ ആ ബ്ലോക്കിലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഇൻ കേസ് ആ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ എക്സ് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ വൈ എന്നാണ് കണ്ടീഷൻ എങ്കിൽ, നേരത്തെ കൃഷ്ണകുമാർ കൊടുത്ത പോലെ എക്സ് ഈക്വൽസ് 1 ആയിരുന്നു വാല്യൂ എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽസ് 1 ആക്കി എക്സിക്യൂട്ട് ചെയ്യൂ. ഒന്നും പ്രിന്റ് ആയില്ല അല്ലേ? ഇങ്ങനെയായിരിക്കും ഒരു ഇഫ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഇഫ് ആയി. ഇനി ഈ ഇഫിന്റെ പ്രിന്റ് എക്സ് കഴിഞ്ഞിട്ട് ഒന്ന് എൻ്റർ അടിച്ചേ. എന്നിട്ട് താഴെ വരും, എൻ്റർ അടിക്കും ഒരു വട്ടം കൂടി. ബാക്ക് സ്പേസ് അടിക്കൂ. ഒരു വട്ടം കൂടി ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ കണ്ടീഷൻ കൊടുക്കൂ. എൻ്റർ. പ്രിന്റ് എക്സ്. എക്സ് കഴിഞ്ഞൊരു എൽസ് എൻ്റർ അടിക്കുക. ഒരു ബാക്ക് സ്പേസ് പ്രസ് ചെയ്യൂ. എൽസ് കോളൻ പ്രിന്റ് വൈ. ഓക്കെ, ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. യെസ്. അതായത് ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പകരം വേറെ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഏത് യൂസ് ചെയ്യാം? ഇഫ് എൽസിനെ യൂസ് ചെയ്യാം. ക്ലിയർ ആണോ?
അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എക്സിനെ പ്രിന്റ് ചെയ്യും. ഇല്ല അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ആ ബ്ലോക്കിലേക്ക് എൻട്രി ചെയ്യത്തില്ല, നേരെ എൽസ് ബ്ലോക്കിലേക്ക് വരും, എൽസിൽ പ്രിന്റ് ആവും. ക്ലിയർ ആണോ ഇഫ് എൽസ്? ഒരു ഇഫ് കണ്ടീഷൻ എഴുതിക്കുക എല്ലാവരും. അടുത്തൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റാൻഡം ആയിട്ടൊരു ഇഫ് എൽസ് കണ്ടീഷൻ എഴുതിക്കോളൂ. ഒരു ഇഫ് എൽസ് ആണ് ഞാൻ പറയുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്യരുത്, ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്താലേ പഠിക്കത്തുള്ളൂ. ജസ്റ്റ് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തോളൂ. എന്നിട്ട് ഒരു ഇഫ് എൽസ് ബ്ലോക്ക് എഴുതിക്കേ. അനഘ അതുപോലെ അഖിലേന്ദു ചെയ്യണേ കൂടെ. സജഷൻ വരുന്നത് അങ്ങനെ തന്നെ എടുക്കരുത് കേട്ടോ കൃഷ്ണകുമാർ. മാക്സിമം ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് കൊടുത്തിട്ടുള്ളതിൽ, എന്താന്ന് നോക്കൂ. യെസ്, അനഘ അഖിലേന്ദു ഒപ്പം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ, കറക്റ്റ്. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ അങ്ങനെ? കിട്ടി. കിട്ടി, ഓക്കെ. ഇനി ഇതിപ്പോ നമ്മൾക്ക് 2 കണ്ടീഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്കിപ്പോ ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്തു, സാറ്റിസ്ഫൈഡ് ആണോന്ന്. ഇഫ് നോട്ട് നമ്മൾ എന്ത് ചെയ്തു? വേറൊരു വാല്യൂ പ്രിന്റ് ചെയ്തു. ഇനി ഒരു കാര്യം ചെയ്യൂ, താഴെ ഏജ് എന്നിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യൂ. ഏജ് ഈക്വൽസ് എന്നിട്ടൊരു റാൻഡം വാല്യൂ കൊടുക്കൂ. ഓക്കെ ഓക്കെ. ഫസ്റ്റ് കണ്ടീഷൻ, if the age is less than 13, child എന്ന് പ്രിന്റ് ചെയ്യണം എനിക്ക്. ചൈൽഡ് എന്ന് എനിക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണണം. ഡബിൾ കോട്ട്സിൽ കൊടുക്കൂ. നമുക്ക് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് കാണാനുള്ളതിനെല്ലാം ഡബിൾ കോട്ട്സിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് നെക്സ്റ്റ് ഒരു കണ്ടീഷൻ വേണ്ടത്, if the age is between 13 and 20, അതായത് if the age is between 13 and 19, teenager. Clear? If the age is between 13 and 20. Okay. Age greater than or equals വേണ്ടേ?
ബിക്കോസ് ലെസ് ദാൻ 30 നമ്മൾ ചൈൽഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, യെസ്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഇഫ് കണ്ടീഷൻസ് എഴുതാൻ പറ്റും? ദർ ഇസ് എ ലിമിറ്റ് അല്ലേ? സോ ഇതിന് പകരം നമ്മൾ എടുക്കുന്ന അപ്രോച്ചാണ് ഇഫ് എൽസ് ഇഫ് അല്ലെങ്കിൽ ഇഫ് എലിഫ് ലാഡർ. ആ ലൈൻ നമ്പർ 34 ഇഫിന്റെ തൊട്ടിപ്പുറത്ത് ഇ എൽ എന്ന് ആഡ് ചെയ്യൂ. എലിഫ്. ഇനി ഒരു കണ്ടീഷൻ കൂടെ കൊടുത്തോളൂ. എലിഫിൽ തന്നെ കണ്ടീഷൻ കൊടുക്കാം നമുക്കത്. ഇഫ് ദ ഏജ് ഇസ് ബിറ്റ്വീൻ 20, എലിഫിന് ഒരിക്കലും കണ്ടീഷൻ കൊടുക്കാതിരിക്കരുത്. എലിഫിന്റെ കൂടെ എപ്പോഴും കണ്ടീഷൻ, ഇഫിന്റെയും എലിഫിന്റെയും കൂടെ എപ്പോഴും കണ്ടീഷൻസ് എഴുതുക. ഡയറക്ട്ലി സെമിക്കോളൻ ഇട്ട് അവസാനിപ്പിക്കരുത്. സ്പേസ്. If the age is between 21 and 59, young. യങ് എന്ന് പ്രിന്റ് ചെയ്തോളൂ. ഈ കണ്ടീഷൻ ഒന്നും മീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? അഡൽട്ട് എന്ന് പ്രിന്റ് ചെയ്യണം. എങ്ങനെ കൊടുക്കാം? എൽസ് കോളൻ ഏജ് വേണ്ട, എൽസ് കോളൻ മാത്രം കൊടുക്കാം. പ്രിന്റ് ഓൾഡ് ആയാലും മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ കൊടുത്ത ഏജ് ഏതിനാണോ സാറ്റിസ്ഫൈ ആവുന്നത് ആ സ്പെസിഫിക് ബ്ലോക്ക് മാത്രമല്ല എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതായത് ഏജ് ഓൾറെഡി ലെസ് ദാൻ 30 എന്നുള്ള സാറ്റിസ്ഫൈ ആയാൽ ഈ ബാക്കിയുള്ള എലിഫോ എൽസോ ഒന്നും വർക്ക് ചെയ്യത്തില്ല അല്ലേ? എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. ഏജ് ഈക്വൽസ് 24 വെച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യൂ. യങ് എന്ന് പ്രിന്റ് ആയി. ഇനി ഒരു ലെസ് ദാൻ 13 ഉള്ള ഒരു ഏജ് കൊടുക്കൂ. ആദ്യം ലെസ് ദാൻ 13 ഉള്ള ഒരു ഏജ് കൊടുക്കാം നമുക്ക്. 09 സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. 09 വാലിഡ് ഇൻപുട്ട് ആയിട്ട് എടുക്കത്തില്ല. ഓക്കെ, ഇപ്പൊ ഏജ് 9 കൊടുത്തപ്പോ എന്താ പ്രിന്റ് ആയത്? ചൈൽഡ് എന്ന് പ്രിന്റ് ആയല്ലേ? ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ചെയ്തില്ല. ഇനി നെക്സ്റ്റ് വിത്തിൻ 13 ഓർ യെസ് 19 കൊടുത്തോളൂ. 13 or 20, യെസ്. ടീനേജ് എന്ന് പ്രിന്റ് ആയി. ഇനി നെക്സ്റ്റ് ബിറ്റ്വീൻ 21 and 59 ഏജ് കൊടുക്കൂ. യെസ്, യങ് എന്ന് പ്രിന്റ് ആയി. നെക്സ്റ്റ് ഒരു ഗ്രേറ്റർ ദാൻ 60 കൊടുക്കൂ. ഓക്കെ, 69. യെസ്. ഇഫ് എൽസ് ഇഫ് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ആണ്. ഓക്കെ, അനക്കയ്ക്ക് ക്ലിയർ ആണോ? കൃഷ്ണകുമാറിന് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചപ്പോ നിങ്ങൾ ഒരാള് പറഞ്ഞു 4 while എന്നൊക്കെ പറഞ്ഞല്ലേ? ഞാൻ ഇന്ന് എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ അതിന്റെ.
ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞാൽ ലീവ് ചെയ്യാണ്. ജസ്റ്റ് എന്താന്ന് നോക്കാതെ. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്താന്ന് ചോദിച്ചപ്പോൾ അനഘയല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നെ 4 വൈൽ അതെ. എന്നല്ല. ഈ 4 വൈൽ അതുപോലെ തന്നെ എന്താ വൈൽ ഡു വൈൽ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾക്ക് ലെറ്റ്സ് ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ചെയ്ത ഒരു കണ്ടീഷനെ ചെക്ക് ചെയ്തു. കണ്ടീഷനെ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു? എക്സിക്യൂട്ട് ചെയ്തു അല്ലേ? കണ്ടീഷനെ ചെക്ക് ചെയ്തു, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി കമ്മിങ് ടു ലൂപ്സ്. ലൂപ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം തന്നെ ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യണം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ല ലൂപ്സ്. ലൂപ്സ് എന്നത് വേറൊരു ടോപ്പിക് ആണ് കേട്ടോ. ലൂപ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. ഒരേ സ്റ്റേറ്റ്മെന്റിനെ തന്നെ പല തവണ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ലൂപ്പിനെ. Same action multiple times. Same action. Let's say എനിക്ക് ഓൾറെഡി അറിയാം എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണമെന്ന്. ഓക്കെ, എനിക്ക് ഓൾറെഡി അറിയാം, അതായത് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ എനിക്ക് 5 പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എനിക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ലൂപ്പ് ആയിരിക്കും ഫോർ ലൂപ്പ്. നമ്പർ ഓഫ് ടൈംസ് ടു ബി എക്സിക്യൂട്ടഡ് അറിയാമെങ്കിൽ ഫോർ ലൂപ്പ്. ഇനി നമുക്ക് ലെറ്റ്സ് സേ ഒരു കണ്ടീഷന്റെ ബേസിലാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ വൈൽ ലൂപ്പ്. ഓക്കെ, വൈൽ ലൂപ്പ് എന്ന് വെച്ചാൽ എനിക്ക് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്താണ് കണ്ടീഷൻ. എനിക്കൊരു സ്പെസിഫിക് കണ്ടീഷൻ മീറ്റ് ചെയ്താലേ എക്സിക്യൂട്ട് ചെയ്യാവൂ എന്ന് എനിക്കറിയാം. ക്ലിയർ ആണോ? A condition is met. Okay. And next thing is while else. While else എന്ന് വെച്ചാൽ എനിക്ക് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യണം. കണ്ടീഷൻ പാസ് ആയാലും ഫെയിൽ ആയാലും എന്നെ മാറ്റർ ചെയ്യത്തില്ല. എനിക്ക് എന്ത് ചെയ്യണം? ഒരു തവണ എന്തായാലും എക്സിക്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുശേഷം കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യണം. For the first time without checking condition execute ചെയ്യണം, and later on condition check ചെയ്തുകൊണ്ട് execute ചെയ്യണം. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? യെസ്, നമ്മൾ വൈൽ ലൂപ്പ് പറഞ്ഞത് എന്തായിരുന്നു? ബൈ ചെക്കിംഗ് കണ്ടീഷൻ മാത്രമേ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ? ഡു വൈൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ സോറി വൈൽ എൽസ് അങ്ങനെയല്ല. ഒരു തവണ എന്തായാലും അത് എക്സിക്യൂട്ട് ചെയ്യും, റിഗാർഡ്ലെസ് if the condition is met or not.
first loop with first time the execution without checking the condition, and from the second time after checking the condition. 1, 2, 3, 4, 5. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ പഠിക്കാം. ഇതിന്റെ ഓരോന്നിന്റെ സിൻടാക്സിസ് കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഈ കൺസെപ്റ്റ്സ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് നാളെ ഞാൻ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസൈൻമെന്റ് തരാം. അസൈൻമെന്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ. സുഞ്ഞാതിന് ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഈ എൽസിന് മാത്രം ഇതേപോലെ ഫ്രെയിം റോയിൽ ഒരു കണ്ടീഷൻ എഴുതാൻ പാടില്ലല്ലേ? എന്തായിരുന്നു എന്നോട് ചോദിക്കാമോ? എലിഫ് അതിനൊക്കെ വന്നിട്ട് കണ്ടീഷൻ സെയിം റോയിൽ തന്നെ എഴുതാം. എൽസിന് അതേപോലെ എഴുതാൻ പറ്റില്ലല്ലോ. ഇഫിനോ? എൽസിന് മാത്രം. എൽസിന് കണ്ടീഷൻ ആവശ്യമില്ല. എൽസ് എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്. മനസ്സിലായോ? അതായത് എൽസ് എന്ന കണ്ടീഷൻ, എൽസ് കൊടുക്കുന്നത് വിത്തൗട്ട് കണ്ടീഷൻസ് ആയിരിക്കും. അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടീഷനിലേക്ക് ഒന്നും കയറിയില്ലെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം, അതാണ് എൽസ് ബ്ലോക്ക് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എൽസിൽ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ബ്രാക്കറ്റ് കണക്കത്തെ പരിപാടി ചെയ്യാൻ പറ്റുമോ? പറ്റും. അതായത് ഈ 2 ലൈൻ ഒറ്റയടിക്ക് കയറണം, അത് കഴിഞ്ഞിട്ട് ഇല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ബിക്കോസ് സി ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ എലിഫ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ? എയ്തർ ഇഫ് അല്ലെങ്കിൽ എലിഫ്, എയ്തർ ഇഫ് എലിഫ് അല്ലെങ്കിൽ എൽസ്, ഏതെങ്കിലും ഒന്നല്ല എക്സിക്യൂട്ട് ചെയ്യണ്ടോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കത്തില്ല കേട്ടോ. ഈ കണ്ടീഷൻസ് നമ്മളിപ്പോ കൊടുത്തിട്ടുള്ള ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽസ് 13 ആൻഡ് ഏജ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽസ് 20 ഒക്കെ ഇല്ലേ, അതിനൊക്കെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഓപ്പറേറ്റർ പ്രസിഡൻസിൽ ഇതുപോലെ ബ്രാക്കറ്റ്സ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അറ്റ് എ ടൈം 2 എണ്ണം എക്സിക്യൂട്ട് ആവുന്നത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ എലിഫിന്റെ ഫംഗ്ഷനിങ് ഒന്നുകൂടെ പറയാമോ? ഈ ഇഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും ഫസ്റ്റ്. അതായത് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽസ് ലെസ് ദാൻ 13, അത് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് എലിഫിലേക്ക് പോകും. ആ എലിഫിൽ എന്താ വരുന്നത്? ഗ്രേറ്റർ ദാൻ ഈക്വൽസ് 13 ലെസ് ദാൻ ഈക്വൽസ് 20 അല്ലേ? സോ ആ ലെസ് ദാൻ ഈക്വൽസ് 20 എന്ത് വരും? അതായത് ഒരേ ടൈമില് ചോദിച്ചോളൂ. 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനാണോ നമ്മൾ എലിഫ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരേ സമയം 2 കണ്ടീഷൻസ് ഇല്ല, അത് വേണം അവിടെ ജസ്റ്റ് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽസ് 13 മാത്രം കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കണ്ടീഷൻ അങ്ങനെയാണെന്ന് മാത്രം, മാൻഡേറ്ററി ഒന്നല്ല 2 എണ്ണം കൊടുക്കണമെന്ന്, ഒരെണ്ണം വെച്ചും റൺ ചെയ്യാം. ക്ലിയർ ആയോ? ആൻഡ് ലെറ്റ്സ് സേ ആ എലിഫും സക്സസ് ആയില്ല, ലൈൻ നമ്പർ 13 സക്സസ് ആയില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും?
നെക്സ്റ്റ് ആ എലിഫ് സക്സസ് ആയി നെക്സ്റ്റ് എലിഫ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകും. ആൻഡ് ഇഫ് ആ എലിഫും വർക്ക് ആയില്ലെങ്കിൽ ഏതിലേക്ക് പോയി? ഫാൾസിലേക്ക് പോയി. അപ്പോ എലിഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാവോ? എത്ര തവണ വേണോ? റിപ്പീറ്റ് ചെയ്യാം, എത്ര തവണ റിപ്പീറ്റ് ചെയ്യാം. യെസ്, ലിമിറ്റ് ഇല്ല നമുക്ക്, എത്ര തവണ വേണേ റിപ്പീറ്റ് ചെയ്യാം നമുക്ക്. ക്ലിയർ ആണോ? അതെ. ഓക്കെ, ഞാനിന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ എടുത്തതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അഖിലേന്ദു ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും? ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഞാൻ എന്നാൽ ഇനി സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഓക്കെ.